ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ കാണിക്കുന്നത് മുത്തശ്ശി ഗംഗേട്ടനും തമ്മിലുള്ള സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസാരത്തിനിടയിൽ മുത്തശ്ശി ഗംഗേട്ടനോട് ചോദിക്കുന്നുണ്ട്, മനു അലീനയെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നുണ്ട്, നീ അതറിഞ്ഞോ എന്ന് ചോദിക്കുന്നു. അപ്പം ഗംഗേട്ടൻ പറയുന്നുണ്ട്, നമുക്കിപ്പോൾ എന്താ വേണ്ടേ, മനുവിന് ഇണങ്ങുന്നൊരു പെൺകുട്ടിയെ വേണം. അലീന നല്ലൊരു പെൺകുട്ടിയല്ലേ, അവനിഷ്ടമാണെങ്കിൽ അവൻ അലീനയെ കല്യാണം കഴിച്ചോട്ടെ. അപ്പം മുത്തശ്ശി ഗംഗേട്ടനോട് പറയുന്നുണ്ട്, നല്ല കുടുംബത്തിൽ നിന്ന് നല്ല രീതിക്ക് ജനിച്ചൊരു പെൺകുട്ടിയാണ് അലീനയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അവളുടെ പെരുമാറ്റവും സ്വഭാവമൊക്കെ നല്ലതാണ്. പക്ഷേ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അവളാരാ, അവളൊരു വേലക്കാരി, ബാലേന്ദ്രൻ്റെ മോളാന്ന് നമുക്ക് ആരുടേനും പറയാൻ പറ്റുമോ? ഇത് കേൾക്കുന്ന ഗംഗേട്ടൻ മുത്തശ്ശിയോട് പറയും, ബാലേന്ദ്രനല്ല അലീനയുടെ അച്ഛൻ. അലീനയുടെ അച്ഛൻ എൻ്റെ കൂടെ സബോർഡിനേറ്റായി വർക്ക് ചെയ്തിരുന്ന സ്റ്റാൻലി ജോസഫാണ്. കൂടുതലൊന്നും അമ്മ അന്വേഷിക്കാനും അറിയാനും നിൽക്കണ്ട. അതാണ് അമ്മയ്ക്കും അമ്മയുടെ മോൾക്കും നല്ലത്. അടുത്തതായി കാണിക്കുന്നത് ചിന്നക്കുട്ടി വളരുന്ന ഓർഫനേജാണ്. ഓർഫനേജിലെ സിസ്റ്റർക്ക് ഒരു കോള് വരുന്നുണ്ട്. അപ്പോൾ കോൾ എടുക്കുമ്പോൾ ഒരു സ്ത്രീയാണ് വിളിക്കുന്നത്. അപ്പോൾ സിസ്റ്റർ കാര്യം തിരക്കുമ്പോൾ അവർ പറയുന്നു, ഞങ്ങൾക്കൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. 15 വർഷമായിട്ട് ഞങ്ങൾക്ക് മക്കളൊന്നുമില്ല. അപ്പോൾ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ നിയമപരമായിട്ടുള്ള രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞതാണോ? അപ്പോൾ സ്ത്രീ പറയുന്നുണ്ട്, അതെ, ഞങ്ങൾ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ സിസ്റ്റർ പറയും, ഞങ്ങളൊരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ വന്ന് സാധനം വാങ്ങിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാനൊന്നും പറ്റില്ല. അതിനൊക്കെ കുറച്ച് നിയമവശങ്ങളുണ്ടെന്ന്. അപ്പോൾ അവർ പറയും, അതെല്ലാം ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് കുട്ടികളെ ഒന്ന് കാണണം, ഓർഫനേജിലുള്ള കുട്ടികളെയൊക്കെ ഒന്ന് കാണണം, അടുത്ത ദിവസം ഞങ്ങൾ വരാമെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് ഫോൺ വയ്ക്കും. ഈ സമയം ചിന്നക്കുട്ടി സിസ്റ്ററിൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് സിസ്റ്ററായിട്ട് കുശലാന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. സിസ്റ്റർ മറ്റ് സിസ്റ്റേഴ്സിനോടൊക്കെ പറയുന്നുണ്ട്, നാളെ ഒരു കൂട്ടർ നമ്മുടെ ഓർഫനേജിലേക്ക് വരുന്നുണ്ട് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടവരെ അവർ കൊണ്ടുപോകും. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ നിയമവശങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, ചിന്നക്കുട്ടിയോട് എല്ലാവർക്കും ഒരു പ്രത്യേക താല്പര്യമുണ്ട്, അതുകൊണ്ട് തന്നെ ചിന്നക്കുട്ടീനെ നഷ്ടപ്പെടുമെന്നൊരു പേടി അവർക്കുണ്ട്. അപ്പോൾ ചിന്നക്കുട്ടീനെ എങ്ങാനും ദത്തെടുക്കുമോ എന്നൊരു സംശയം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ പറയും, ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിലും അവൾക്കൊരു നല്ല ജീവിതം കിട്ടണ്ടേ, പിന്നെ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അടുത്തതായി രോഹിത്ത് കിടക്കുകയാണ്. അപ്പോൾ അലീന ഡോറിൽ വന്ന് മുട്ടും. രോഹിത്ത് വാതിലുറക്കും. വാതിലുറക്കുമ്പോൾ അലീനയാണ്. അലീന എന്നോട് ചോദിക്കും, നീ എപ്പോഴും കിടത്തം തന്നെയാണോ? അത് പറഞ്ഞിട്ട് അവനൊരു ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അലീന, അതവന് കൊടുക്കും. അപ്പോൾ അത് മുണ്ടാണ്. അപ്പം അവൻ പറയും, ഞാനിതുവരെ മുണ്ടൊന്നും എടുത്തിട്ടില്ല അലീന ചേച്ചി, ആദ്യമായിട്ടാണ് പറയും. അപ്പോൾ അലീന പറയും, അതിനെന്താ, ഞാൻ തന്നെ ആയിക്കോട്ടെ ആദ്യത്തെ തുടക്കം, ഞാനൊന്ന് റെഡി ആയിട്ട് വരാം, നീ അപ്പോഴേക്കും ഇതൊക്കെ ഇട്ടിട്ട് റെഡി ആയി നിൽക്കാൻ പറയും. രോഹിത്തിനെയും കൊണ്ട് പുറത്തേക്ക് പോകാനാണ് അലീനയുടെ ഉദ്ദേശം. അപ്പോൾ രോഹിത്ത് ചോദിക്കും, എങ്ങോട്ട് പോകാനായിരിക്കും, നമുക്കൊന്ന് പുറത്തേക്ക് പോയി വരാമെന്ന് അലീന പറയും. അപ്പോൾ രോഹിത്ത് പറയും, ഞാനില്ല ചേച്ചി പോയിക്കോ, ഞാനിപ്പോൾ പുറത്തേക്കില്ല എന്ന് പറയും. അപ്പോൾ അലീന പറയും, എന്താടാ മോനെ, ഞാനില്ല നിൻ്റെ കൂടെ എന്ന് പറയും. എന്നിട്ട് രോഹിത്തിനെ കൊണ്ട് ഒരുവിധം സമ്മതിപ്പിക്കും. രോഹിത്ത് ഡ്രസ്സ് മാറി വരും. വന്ന് അലീന രോഹിത്തും കൂടി അമ്പലത്തേക്കാണ് പോണത്. നടന്നു പോകുമ്പോൾ കാണുന്ന നാട്ടുകാർ രോഹിത്തിന് എന്തൊക്കെയോ പറയുന്നുണ്ട്, കുറ്റം കുറവൊക്കെ പറയുന്നുണ്ട്. അപ്പം അലീന പറയും, നീ അതൊന്നും കാര്യമാക്കണ്ട, നീ ഇങ്ങോട്ട് വരാൻ പറയും. അങ്ങനെ അവനെയും കൊണ്ട് അമ്പലത്തേക്ക് പോവും. അമ്പലത്തേക്ക് പോകുമ്പോൾ രോഹിത്ത് ചോദിക്കും, ചേച്ചി ക്രിസ്ത്യാനല്ലേ, ചേച്ചി അമ്പലത്തിലേക്ക് വരുമായിരിക്കും. അപ്പം അലീന പറയും, അങ്ങനെ ദൈവങ്ങൾക്ക് ജാതി മതമൊന്നുമില്ല, എല്ലാ ദൈവങ്ങളും ഒന്നാണ് എന്നാണ് രജിത അമ്മ പഠിപ്പിച്ചിരിക്കുന്നത് പറയും. എന്നിട്ട് രോഹിത്തിനോട് പറയും, നീ നന്നായി പ്രാർത്ഥിക്കുക, നീ ചെയ്ത തെറ്റുകളൊക്കെ പുറത്തു തരണേ, എൻ്റെ മനസ്സിലെ കളങ്കമെല്ലാം മായ്ച്ചു തരണേ എന്ന് പറഞ്ഞ് നന്നായി പ്രാർത്ഥിക്കാൻ പറയും. രോഹിത്ത് അലീന പറയണതൊക്കെ കേട്ട് അനുസരണയോടെ നിന്ന് പ്രാർത്ഥിക്കും.